GSFന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അടുത്തിടെ ഒരു അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അഡീനിയ അടിപൊളിയായിട്ട് എങ്ങനെ വളർത്തുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. അഡീനിയത്തിൻ്റെ അല്ല, ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ചെമ്പരത്തിയിലെ ഏതൊരാൾക്കും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഗ്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്, അല്ലെ പഠിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെമ്പരത്തിയിൽ മൾട്ടി ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ചെമ്പരത്തി എങ്ങനെയാണ് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെമ്പരത്തി ചെയ്യാറുള്ള മൾട്ടി കളർ ഒരു പേരൻറ്റ് സ്റ്റോക്കിൽ തന്നെ വരുത്താൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബഡൊക്കെയാണ്. കാരണം അതാണ് എളുപ്പം എന്ന് പറയുന്നത്. പക്ഷേ ഈ വട്ടം നമ്മൾ ബഡിന് പകരം ഗ്രാഫ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൽ പല കളറ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു യെല്ലോ കളറിൽ നല്ല വലിപ്പമുള്ള മൾട്ടിപെറ്റലായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് നമ്മളിപ്പോൾ ഒരു സ്റ്റെമ്മ് സെലക്ട് ചെയ്യുകയാണ്. ഓവർ സൈസൊന്നും ഇല്ലാത്ത ഒരു എത്ത് കമ്പോ ഇതുപോലത്തെ ചെറിയ സൈസിലുള്ള മുകളങ്ങളോട് കൂടിയിട്ടുള്ള ഫ്ലവർ ആകാൻ മെച്ചുറായിട്ടുള്ള ഒരു കമ്പാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ടുവന്ന് നിൽക്കുന്ന ആ ഒരു കമ്പാണിത്. ഇതിനിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിലേക്ക് ഇത് ഷേപ്പ് ചെയ്യുകയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ല വൃത്തിയുള്ളൊരു ബ്ലേഡ് തന്നെ ഉപയോഗിക്കുക. കട്ട് ചെയ്തുകൊണ്ട് വരുമ്പം നമ്മൾ അത്ര സാനിറ്റൈസ് ഒന്നും ചെയ്തില്ലെങ്കിലും പക്ഷേ ഇതുപോലെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറിപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വൃത്തിയുള്ളൊരു ബ്ലേഡ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. മണ്ണൊന്നും പിടിക്കാത്ത, അതുപോലെ നമ്മൾ കൈ കൊണ്ട് ഈ വിരൽ കൊണ്ട് തൊടുകയൊന്നും ചെയ്യുക, പാടൊന്നും വീഴാത്ത രീതിയിലുള്ള ഒരു ബ്ലേഡ് യൂസ് ചെയ്യുക. ഇത് കണ്ടില്ലേ, രണ്ട് സൈഡ് നമ്മളൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഒരു ആപ്പ് ഷേപ്പിലാണ് നമ്മളിപ്പം ചെയ്തെടുത്തേക്കുന്നത്. ഓവർ ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. തണ്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൊരു ലെങ്തിന്, ഒരു വിരലിൻ്റെ നമുക്ക് തണ്ടി ഈ ഒരു വരുന്ന രീതിയിൽ നമ്മൾ ചെറിയ ഒരു ആപ്പ് പോലെ സെറ്റ് ചെയ്തു. എല്ലാ തൊലിയും വെട്ടിവിട്ടിട്ടില്ല. ഇതിൻ്റെ ഈ സൈഡിലും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും തൊലിയുള്ള രീതിയിൽ തന്നെ നമ്മൾ ആപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇലകൾ ട്രിം ചെയ്ത് കളയാം. മുകുളം അവിടെ ഇരുന്നോട്ട് ബാക്കി ഉള്ള ഇലകളെല്ലാം ട്രിം ചെയ്യുന്നു. ഏറ്റവും ടോപ്പിലുള്ള ഇല ഇതുപോലെ പകുതിക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എവിടാണോ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെമ്മ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നമ്മൾ ചെറുതായിട്ട് തൊലി വെട്ടി മാറ്റണം. മുറിച്ച് കളയുമല്ല, ഇതുപോലെ തന്നെ ഒന്ന് പോന്തിയും വെച്ച് നമ്മളിപ്പം വി ഷേപ്പ് ആക്കി വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ നീളം അനുസരിച്ചിട്ട് വേണം അപ്പുറത്തേതും കൂടി തൊലി പൊട്ടിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ഇറക്കി വയ്ക്കുക ചെയ്യുന്നത് കണ്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ തന്നെ രണ്ട് കളറുകൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ ഈ ആപ്പ് വെക്കാൻ പറ്റുന്ന ലെങ്ത്തിൽ തൊലി പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ തടിയല്ല തൊലിയാണ് പൊട്ടിച്ചേക്കുന്നത്. അപ്പോൾ തൊലി പൊട്ടിച്ച് ഇതുപോലെ പൊളത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആപ്പ് രൂപത്തിൽ വെച്ചിരിക്കുന്ന നമ്മുടെ സെലക്ട് ചെയ്ത സ്റ്റമ്മാണ് കയറ്റി വെച്ചേക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഈ രണ്ട് തൊലിയും അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റമ്മിൻ്റെ തൊലിയും കൂടി ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഒരുപോലെ പിടിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്നും വെക്കരുത്, പകരം ഇതേപോലുള്ള സൈഡിൽ തന്നെ വെക്കുക. ഇതുണ്ടോ, അപ്പോൾ ഈ രണ്ട് സ്റ്റമ്മിൻ്റെയും എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് ഫുള്ള് ഇത് ഈ കമ്പിൻ്റെ തൊലിയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിനി സീൽ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സീൽ ചെയ്യാനുള്ള പരിപാടി നടക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ആദ്യം 2 സ്റ്റെമ്മാണ് കണ്ടത്. ഇതിപ്പോൾ 4 സ്റ്റെമ്മ് നമ്മൾ ഫുൾ റൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് സുതാര്യമായിട്ടുള്ള ടേപ്പാണ് കേട്ടോ. ഇത് ബഡ്ഡിങ് ടേപ്പ് എന്നാണ് ഇനി പറയുന്നത്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഇതിൻ്റെ വാങ്ങിക്കാനുള്ള URL കൊടുത്തിരിക്കാം. അപ്പോൾ വാങ്ങിക്കാവുന്നതാണ്. ഇതുപോലെ പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്ക് സീൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചുറ്റിയെടുത്ത് നല്ല ടൈറ്റാക്കി ചുറ്റുക. കാരണം അതായത് കാറ്റ് പിടിച്ചായാലും വേറൊരു കാരണത്താലും നമ്മുടെ ഈ സ്റ്റമ്മുകൾ സാധനം തെറ്റാനും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സീൽ ചെയ്യുക. നമ്മൾ മുറിപ്പാട് ഫുള്ള് സീൽ ചെയ്യണം കേട്ടോ. താഴോട്ടും സീൽ ചെയ്യണം. അതേപോലെ തന്നെ തണ്ടിൻ്റെ മുകൾ ഭാഗത്തേതും നമുക്ക് സീൽ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ മുകളിലും സീൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു കെട്ടിടുന്ന പരിപാടിയാണ് കേട്ടോ. ഇതുപോലെ നല്ല ടൈറ്റാക്കി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം
ഉണ്ടല്ലേ, ഇതുപോലെ ചെറിയൊരു കുടുക്കുണ്ടാക്കിയിട്ട് വലിച്ചഴിക്കും. അപ്പോൾ ഇതങ്ങ് കെട്ടി സീലാകും കേട്ടോ. അപ്പോൾ അതുപോലെ അവിടെ കിടന്നാൽ മതി. ബാക്കി എക്സസ് ആയിട്ടുള്ള കണ്ടിച്ച് കളയാം. ഇതല്ലേ, വെള്ളം ഒരു കാരണവശാലും കയറാത്ത രീതിയിൽ ഫുള്ള് സീലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സീലിങ്ങും ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 4 സ്റ്റമ്മും നല്ല വൃത്തിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ വണ്ണം അനുസരിച്ച്, ഈ തടിയുടെ വണ്ണം അനുസരിച്ച് നമുക്കിത് 2 സിംഗിളോ മൾട്ടിയോ ഇതുപോലെ 4 ഒക്കെ നമുക്കിതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ ഫുള്ളൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് സീൽ ചെയ്യണം. ഇനി അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ബഡ്ഡിങ് ടേപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ബഡ്ഡിങ് ടേപ്പ് കയ്യിലില്ലാത്തവർ ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് ഇതുപോലെ കീറിയെടുത്താലും മതി. വെള്ളമയമോ എണ്ണമയോ ഒന്നും ഇല്ലാത്തതും വൃത്തിയുള്ളതുമായിരിക്കണം. നല്ല രീതി ഇതുപോലെ സുതാര്യമായിരിക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലത്തെ സുതാര്യമായത് എടുക്കുന്നത്. അപ്പോൾ എടുത്ത ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കണ്ടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ഈ ഒരു കവറിട്ടാണ് അതിനെ സീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു, അതൊന്ന് കളയും കണ്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വൃത്തിയുള്ളൊരു കവർ തന്നെയാണ്. ഒരല്പം വെള്ളം ഒഴിച്ച്, നമ്മൾ ആദ്യം കണ്ട പോലെ ഒരല്പം വെള്ളം ഒഴിച്ച് ആ വെള്ളം കമത്തി കളഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു മോയ്സ്ചർ, ആ ഒരു ഫീല് കിട്ടുക, ഒരു തണുപ്പ് നിലനിൽക്കാൻ വേണ്ടിയാണ്, ഈ ചെടി വാടിപ്പോകാതിരിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ആ ചെടി കവറിൻ്റെ അകത്തേക്ക് ഇറക്കുന്ന പരിപാടിയാണ് കേട്ടോ. അല്ല, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഭാഗം മൂടുന്ന രീതി വേണം കവർ ചെയ്യാൻ വേണ്ടി. ചെടി ഇതിൻ്റെ അകത്ത് ഓവറായിട്ട് കുത്തി നിറച്ച് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള കവർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇതേപോലെ സുതാര്യമായ ഒരു കവറാണെങ്കിൽ നമുക്ക് ചെടിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അതേപോലെ അതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ അതൊന്ന് ഇതൊന്ന് കെട്ടിയിടണം. നമുക്കതൊരു നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ കെട്ടിയിടാം. ഇതുണ്ടോ, നമ്മൾ 1 മാസത്തിന് മുമ്പ് ബഡ് ചെയ്ത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ. 2 തണ്ടിൽ നമ്മൾ ബഡ് ചെയ്തിരുന്നു. എല്ലാം തന്നെ സക്സസ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ മഴക്കാലമായതുകൊണ്ട് മണ്ടയിലേക്കിട്ട് 20 ദിവസം കൊണ്ട് കവർ അഴിച്ചു കളഞ്ഞിട്ട് അടിയിലത്തെ നമ്മൾ കളഞ്ഞില്ല. കാരണം വെള്ളം ഇറങ്ങി അഴുക്കാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ സീൽ ചെയ്ത് വെച്ചിരുന്നു. 2ഉം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തണ്ടിൽ തന്നെ 4ഓളം വെറൈറ്റി കളറുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ആൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മൾട്ടി കളർ നമ്മുടെ ചെമ്പരത്തി തയ്യാറാക്കി എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ചെമ്പരത്തിയിലെ മൾട്ടി ഗ്രാഫ്റ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ താല്പര്യമുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരം രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്തരം വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഗ്ലോറി ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾ ഇടുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.